ഹലോ ഗൈസ്, അപ്പൊ തുടങ്ങാം. ലോകേഷ് കനകരാജ് ഔട്ട്ഡേറ്റഡ് ആണോ അതോ ഓവർ റേറ്റഡ് ആണോ? മാനഗരം, കൈദി, മാസ്റ്റർ, വിക്രം, ലിയോ, കൂലി, വെറും 6 ചിത്രങ്ങൾ, ഒരു എക്സ് ബാങ്ക് എംപ്ലോയി. സത്യം പറഞ്ഞ വിമർശനങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അതിപ്പോ എത്ര കൊലകൊമ്പനാണെങ്കിലും ഏത് മേഖലയിലായിരുന്നാലും കൂടെ. ലോകേഷിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വിമർശനം എന്നതല്ല, കൂടുതലും നിരാശയാണ് പറയാനുള്ളത്. കാരണം ഇത്രയും നല്ലൊരു ഫിലിമോഗ്രഫി ഉള്ള ഒരാള് ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ചെയ്ത് ഒരു ഫാൻ ബേസ് തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ഡയറക്ടർ, പുള്ളിക്കാരന്റെ സിനിമ എങ്ങനെ ആയിരിക്കും എന്താണെന്ന് ഒരു എക്സ്പെക്ടേഷൻ എല്ലാവർക്കും ഉണ്ടാവും. ആ എക്സ്പെക്ടേഷൻ മോഡിൽ പോയി കണ്ടവർക്ക് തീർച്ചയായിട്ടും കൂലി ഒരു ഡിസപ്പോയിന്റഡ് ആണ്, അതിൽ സംശയങ്ങളൊന്നും വേണ്ട. ആൻഡ് അതുകൊണ്ട് കൂലി ഒരു നെഗറ്റീവ് ചിത്രമാണെന്ന് ചോദിച്ചാൽ ന്യൂട്രൽ ഓഡിയൻസും ഡിസപ്പോയിന്റഡ് ആയിട്ടുണ്ട്. മിക്സ്ഡ് റിവ്യൂ എന്ന് പറയുന്നതും നെഗറ്റീവ് റിവ്യൂ എന്ന് പറയുന്നതും രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. നെഗറ്റീവ് റിവ്യൂസ് ഒരു സിനിമയ്ക്ക് മുഴുവൻ നെഗറ്റീവ് വരുന്നു എന്നായിരിക്കും. മിക്സ്ഡ് റിവ്യൂസ് ഒരു സിനിമയ്ക്ക് കൊള്ളാം കൊള്ളില്ല എന്ന് വരുന്നതായിരിക്കും. ഈ 2 റിവ്യൂസും കൂലിക്കുണ്ട്. സോ ഇവിടെ സംബന്ധം നമ്മൾ എന്താണ് പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, നോട്ട് എ കൂലി, നോട്ട് എ ലിയോ, അല്ലെങ്കിൽ നോട്ട് എ മാസ്റ്റർ, നോട്ട് എ കൈദി, വിക്രം, മാനഗരം. ലോകേഷ് കനകരാജ് പുള്ളിയുടെ ഡെപ്ത് അല്ലെങ്കിൽ പുള്ളിയുടെ ആ വിഷൻ, പുള്ളിക്ക് ഇപ്പൊ എന്ത് പറ്റി, അല്ലെങ്കിൽ പുള്ളിയെ ഇപ്പൊ ഇത്രയും വിമർശനം പറയുന്നു എന്നതില് അത് നടക്കും. കാരണം എല്ലാവരുടെ ഫിലിമോഗ്രഫിയിലും ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾ ഏത് മേഖല എടുത്താലും നോക്കണം. ഇപ്പോൾ ഞാൻ ഫുട്ബോളിന്റെ ഒരു ഉദാഹരണം പറയാം. ക്രിസ്ത്യാനോ, മെസ്സി അവരെല്ലാം നേടിക്കഴിഞ്ഞു. സ്റ്റിൽ അവർ ഗോൾ അടിച്ചില്ലെങ്കിൽ, അവർ നേരവണ്ണം പാസ് കൊടുത്തില്ലെങ്കിൽ ഇപ്പോഴും അവർ ട്രോളുന്നവരുണ്ട്, വിമർശിക്കുന്നവരുണ്ട്. അതുകൊണ്ട് അവര് കഴിവില്ലാത്തവരാണ്, അല്ലെങ്കിൽ അവർ ചെയ്ത വർക്ക് അല്ലെങ്കിൽ അവർ ചെയ്ത റെക്കോർഡ് എല്ലാം വേസ്റ്റ് ആണെന്നാണോ? അല്ല. നല്ലത് പറയുമ്പോൾ നല്ലതും ഉണ്ടാവും, ചീത്തത് വരുമ്പോൾ ചീത്തതും ഉണ്ടാവും. എന്ത് തന്നെയാണ് ഇതിന്റെ ഒരു എന്താ പറയുക, ഒരു മോഡൽ. എല്ലാവർക്കും എല്ലാം ഉണ്ടാവും. കാരണം ഒരു പോസിറ്റീവ് വരുമ്പോൾ എല്ലാവരും കൂടെ നിൽക്കും, ഒരു നെഗറ്റീവ് വരുമ്പോൾ എല്ലാവരും തള്ളി പറയും. ഇത് ഇന്നലെയൊന്നും കണ്ടുവരുന്നതല്ല, എല്ലാ സമയത്തും ഉണ്ട്. ഇപ്പൊ തന്നെ ശങ്കറിന്റെ കാര്യം എടുത്തു നോക്കുക. ശങ്കർ എത്ര ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ എടുത്ത് എത്ര പടപ്പുകൾ സൃഷ്ടിച്ച ഒരു ഡയറക്ടറാണ്. പുള്ളിക്കാരനെ ഇപ്പൊ എടുത്ത് അലക്കി വിടുന്നതിന് കയ്യും കണക്കുമില്ല. ഇപ്പൊ ഇന്ത്യൻ 2 അല്ലെങ്കിൽ ഈ വർഷം തന്നെ ഗെയിം ചേഞ്ചർ, പുള്ളി ഉണ്ടോന്ന് പോലും ആരും നോക്കുന്നില്ല. അമ്മാതിരി കളിയാക്കലുകളും ട്രോളുകളൊക്കെ കൊടുത്ത് നിങ്ങൾ എന്തിനാണ് പടം ഇറക്കുന്നത് എന്നുള്ളൊരു സിറ്റുവേഷൻ വരെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഇപ്പം മണിരത്നം തഗ്ലൈഫ് ഇറക്കി, എന്തിനാണ് ചെയ്തതെന്ന് ഇപ്പൊ മണിരത്നം ട്രോളുന്നവരുണ്ട്. ആൻഡ് ഇപ്പൊ ഈ റീസെന്റ് 2025 ബിഗ് ബഡ്ജറ്റ് മെജോറിറ്റി സിനിമകളും ഫെയിൽഡ് ആണ്. ഒരു റിവ്യൂസ് ഒക്കെ വളരെ നെഗറ്റീവാണ്. അപ്പൊ ഈ സിനിമയിൽ ലോകേഷിന് ഇത്രമാത്രം നെഗറ്റീവ് വരുന്നു എന്നുള്ളത്, ഒരാള് പൊങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് എന്തായാലും ആ പൊങ്ങി നിൽക്കുന്ന ആൾക്ക് കുറച്ച് ഒരു തെറ്റായ ഒരു സൂചന അല്ലെങ്കിൽ കാരണം കിട്ടിയാൽ അത് പൊട്ടിത്തെറിക്കും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴും കൂലി കണ്ടിട്ട് കുറച്ച് പേര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എക്സ്പെക്ട് ചെയ്യാതെ പോയ എല്ലാവർക്കും സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. എക്സ്പെക്ട് ചെയ്യാതെ പോയത് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരു സിനിമ കാണാൻ പോകുന്നു ഇന്ന ഒരു എക്സ്പെക്ടേഷനിൽ തന്നെ ആയിരിക്കും മെജോറിറ്റി സിനിമകളും. അതും ഇത്രയും ഒരു സ്റ്റാർ കാസ്റ്റിൽ വരുന്ന ഒരു സിനിമ, ഇത്രയും ഒരു നല്ല ഫിലിമോഗ്രാഫി ഉള്ള ഒരു ഡയറക്ടറിന്റെ സിനിമ, അന്ന് വരുമ്പോ എക്സ്പെക്ടേഷനിൽ പോയി കാണാതെ ഞാൻ ചുമ്മാ പോയാണ്ടാകണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല അങ്ങനെ പറയുന്നവരോട്. അതവർ ചുമ്മാ അഭിനയിച്ച് പറയുന്നതെന്ന് ഞാൻ പറയും. തീർച്ചയായിട്ടും ഒരു സിനിമാ പ്രേമി ഇതുപോലൊരു സിനിമ വരുമ്പോൾ ഒരു എക്സ്പെക്ടേഷനിൽ തന്നെ ആയിരിക്കും പോകുന്നത്. അല്ലാതെ ചുമ്മാ എനിക്ക് എക്സ്പെക്ടേഷൻ ഒന്നുമില്ല, ഞാൻ വെറുതെ പോയി കാണാൻ വേണ്ടിയിട്ടാണ്ടാ പോണേ എന്ന് പോകാനുള്ള ഒരു വഴിയും അവിടെ കാണുന്നില്ല. അതാണ് സത്യം. അപ്പം ഈ സിനിമകളൊക്കെ പണി വെച്ചിട്ട് ഇപ്പം പലരും ലിയോയെ പൊക്കിയടിക്കുന്നുണ്ട്. കൂലിയാണ് ഏറ്റവും വീക്കസ്റ്റ്, ലിയോ ഇതിനേക്കാളും കൊള്ളാം. ലിയോ 10-20 മിനിറ്റ് ഫ്ലാഷ് ബാക്കിന്റെ പേരിൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞവന്മാരുണ്ട്. ഡിസാസ്റ്റർ എന്ന് ലിയോയെ പറഞ്ഞവന്മാരുണ്ട്. അവരൊക്കെ ഇപ്പൊ കറക്റ്റായിട്ട് അനുഭവിക്കുന്നുണ്ടായിരിക്കും. ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് അനുഭവിക്കുന്നുണ്ടായിരിക്കും. സെറ്റായിരിക്കും.
ആൻഡ് ഇപ്പൊ തമിഴ് ഇൻഡസ്ട്രിയിൽ കോളിവുഡിൽ നടക്കുന്ന തന്നെ ഇപ്പൊ 2025 എല്ലാ മെജോറിറ്റി ബിഗ്ഗസ്റ്റ് സിനിമകളും ഇപ്പൊ കാർത്തിക് സുബ്ബരാജ്, റെട്രോ, മണിരത്നം, തഗ് ലൈഫ്, ലോകേഷ്, കൂലി, ആൻഡ് തെലുങ്കില് ശങ്കർ ബൈ ചെയ്ത ഗെയിം ചേഞ്ചർ, എല്ലാത്തിന്റെ റിവ്യൂസ് നിങ്ങൾ കണ്ടറിയാം. എല്ലാം ആകപ്പാടെ എല്ലാം ആയ അവസ്ഥയാണ്. അങ്ങനെ സിനിമയിൽ വരുമ്പോൾ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, എത്രയും കാര്യങ്ങൾ എത്രയൊക്കെ ചെയ്താലും എത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ കെട്ടിപ്പൊക്കിയാലും നമ്മളുടെ ഒരു ചെറിയ നെഗറ്റീവ് വന്ന ആ കെട്ടിപ്പൊക്കിയതൊക്കെ ഒറ്റയടിക്ക് താഴ്ന്നു വീഴും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ ലോകേഷ്. ഇനിയിപ്പോ ലോകേഷ് കൈദി 2 ഇപ്പോഴും ട്രോളുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും. കൈദി 2 ഒക്കെ ഫുൾ ഓഫ് ചെയ്യാൻ ലോകേഷിനെ കൊണ്ട് പറ്റില്ല, ലോകേഷിന് ഇനി പണി നിർത്തി പോകുന്നതായിരിക്കും നല്ലത്. ഓരോ പടം ചെയ്ത് വരുമ്പോഴും ലോകേഷ് വേണമെന്ന് പറഞ്ഞ് 5 പടം വരെ എത്തിയവര് കൂലി ഇറങ്ങിയതോടെ പറയാണ് ലോകേഷ് ഇനി നടക്കൂല കേട്ടോ, ലോകേഷിന്റെ കയ്യിലുള്ള സ്റ്റോക്കൊക്കെ പോയി. ഭയങ്കര ട്രോളും കാര്യങ്ങളാണ് ഇതില്. ഇപ്പം ഇതേ സിനിമ കൂലിയില് വിജയാണ് അഭിനയിച്ചിരുന്നെങ്കിൽ ഇതിന്റെ അവസ്ഥ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, ഇതിന് വരുന്ന നെഗറ്റീവ് റിവ്യൂ എന്താണെന്ന് നിങ്ങൾക്ക് ഉദ്ദേശിക്കാവുന്നതേ ഉള്ളൂ. അതിന്റെ ഏറ്റവും വലിയൊരു ഇതാണ് കൂലിയുടെ ക്ലൈമാക്സ്. കൂലിയുടെ ക്ലൈമാക്സ് കണ്ടാൽ മനസ്സിലാവും അതിൽ എത്രമാത്രം കൈകടത്തലുണ്ടെന്ന് സിനിമയിൽ. കൂലിയുടെ ക്ലൈമാക്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സിനിമാ പ്രേമിക്ക് അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന ആൾ കൂലിയുടെ ക്ലൈമാക്സ് കണ്ടാൽ മനസ്സിലാവും കൂലിയിൽ എത്രമാത്രം ഇന്റർഫിയറൻസ് വന്നിട്ടുണ്ടെന്ന്. ഇതേ ഇന്റർഫിയറൻസ് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പ്രത്യേക നടനാണ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ നടക്കുന്ന പൊങ്കാലയൊന്നും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. പക്ഷെ ലോകേഷ് പണി വെച്ച കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ട് വണ്ടറടിച്ച ആൾക്കാരാണ്. എന്നാലും കണ്ടില്ലേ, ഞാൻ അതാണ് പറഞ്ഞത്, എത്രയൊക്കെ ചെയ്ത് കൂട്ടി വണ്ടറടിച്ചാലും ഒരു നെഗറ്റീവ് വന്നാൽ അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസാവും. സോ ഔട്ട്ഡേറ്റഡ് ആണോ ഓവർ റേറ്റഡ് ആണോ എനിക്കില്ല. പക്ഷെ ഞാൻ ഒരു ലോകേഷിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു ഡയറക്ടറാണ്. പുള്ളി എന്തായാലും കൈദി 2 കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തിരിച്ചു വരും. ആൻഡ് ഇതിൽ പറയുന്ന ഇപ്പൊ ബസ് റൂമേഴ്സ് ഒക്കെ ഉണ്ട്. കൈദി 2 തൽക്കാലത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ട് രാജ് കമൽ ഫിലിംസ് ഇന്റർനാഷണലിൽ കമൽഹാസൻ ആൻഡ് രജനീകാന്ത് ഒന്നിക്കുന്ന ലോകേഷ് കനകരാജ് പടം ചെയ്യാൻ വേണ്ടി നിൽക്കുമെന്നാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഓണസ്റ്റ് ആയിട്ട് ഒരു ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്ക് പുള്ളി അതിനേക്കാളും നല്ലത് കൈദി 2 തന്നെ ആയിരിക്കും ചെയ്ത് ആ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ആ ഒരു പഴയ ഫയർ കൊണ്ടുവരിക തന്നെ ഞാൻ പറയും. വീണ്ടും എന്തിനാണ് ഇവിടെ കിടന്ന് വലിച്ചഴിച്ച് ഇവരുടെയും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ചിലപ്പോൾ അവരുടെ റെസ്പെക്ട് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വീണ്ടും ഈ കാര്യങ്ങളൊക്കെ കേട്ടോണ്ട് വീണ്ടും ഒരു തിരിച്ചുവരവ് തരാൻ വേണ്ടിയിട്ടായിരിക്കാം. എന്നാലും തള്ളിപ്പറയുന്നവർക്ക് വീണ്ടും ഒരു നല്ല സിനിമ കൊടുത്ത ആ തള്ളിപ്പറഞ്ഞവര് തന്നെ നല്ലതെന്ന് പറയും. അതിന് ആ കാലങ്ങളൊന്നും വിദൂരമല്ല. സോ എന്റെ അഭിപ്രായത്തിൽ ലോകി ഈസ് നോട്ട് overrated, not underrated, not outdated. He's a brand.